CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറിയായി KP സതീഷ് ചന്ദ്രൻ തന്നെ തുടരും. ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ തന്നെയാണ് സമ്മേളനത്തിൽ പ്രധാന ചർച്ചയായത്. വിഭാഗീയത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെട്ടപ്പോൾ വിഭാഗീയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി സമ്മേളന പ്രതിനിധികൾ ജില്ലാ നേതൃത്വത്തിന്റെ റിപ്പോർട്ടിനെ തള്ളി. അനുഭാവികളുടെ കൊഴിഞ്ഞുപോകിന് കാരണം പ്രാദേശിക ഘടകങ്ങളാണെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ വാദം അംഗീകരിക്കാനാവില്ലെന്നും ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. VS അച്യുതാനന്ദനെതിരെയും EP ജയരാജനെതിരെയും സമ്മേളനത്തിൽ കടുത്ത വിമർശനമുയർന്നു. ഇതിന് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകി. കുറ്റപ്പെടുത്തലുകൾ ഏറെയുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ അഴിച്ചുപണി വേണമെന്ന ആവശ്യം ആരും ഉന്നയിച്ചില്ല. നിലവിലെ ജില്ലാ സെക്രട്ടറിയായ സതീഷ് ചന്ദ്രൻ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കും. 4 പേരെ പുതുതായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. ജില്ലാ കമ്മിറ്റി യോഗത്തിനു ശേഷം പുതിയ പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വൈകിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ചട്ടഞ്ചാലിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് റാലിയും നടക്കും. ഈ ജില്ലാ സമ്മേളനത്തോടെ ഔദ്യോഗിക നേതൃത്വം ജില്ല പൂർണ്ണമായും പിടിച്ചടക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. എന്നാൽ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സമ്മേളനത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളും വലിയ ചർച്ചയായി. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കും റിപ്പോർട്ടർ യദു നാരായണനുമൊപ്പം രജിൽ രാജ് MV, റിപ്പോർട്ടർ കാസർഗോഡ്.